മുഖ്യമന്ത്രിക്ക് പുതിയ കാറുകൾ വാങ്ങാനുള്ള തീരുമാനം കേവലം ഒരു സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ വിഷയമല്ല, മറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയുടെ പൂർണ്ണമായ തകർച്ചയുടെ അടയാളമാണ്. ഭരണകക്ഷി സ്വയം വിശേഷിപ്പിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളോടുള്ള കടുത്ത വഞ്ചനയും തങ്ങളെ അധികാരത്തിലെത്തിയ ജനങ്ങളോടുള്ള അവഹേളനവുമാണ് ഈ നടപടി. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയെന്നും കട്ടൻ ചായയിലും പരിപ്പുവടയിലും ലാളിത്യം കണ്ടെത്തുന്ന സാധാരണക്കാരന്റെ പാർട്ടിയെന്നും വിശേഷിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് സ്വീകരിക്കുന്ന ആഡംബര ജീവിത ശൈലിയും ഈ നടപടിയും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ വലുതാണ്. 1.10 കോടി രൂപയുടെ ഈ ധൂർത്ത് ആയിരക്കണക്കിന് ആശാ വർക്കർമാർ ആവശ്യപ്പെട്ട 1000 രൂപയുടെ തുച്ഛമായ വർധനവ് വർഷങ്ങളോളം നൽകാൻ പര്യാപ്തമായിരുന്നു എന്നാർക്കുമ്പോഴാണ് ഈ കാപട്യം കൂടുതൽ വ്യക്തമാവുന്നത്. ഈ സാഹചര്യത്തിൽ ഈ നടപടിയെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പരമാവധി ലംഘനം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിശയോക്തിയല്ല, മറിച്ച് വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഇത്തരം പ്രവൃത്തികൾ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്നു. തങ്ങളുടെ ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും ഭരണകൂടം പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന തോന്നൽ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. മുഖ്യമന്ത്രിക്ക് 2 കാറുകൾ വാങ്ങാനുള്ള തീരുമാനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ വിലയിരുത്തപ്പെടണം. ഇതൊരു കാറിന്റെ പ്രശ്നമല്ല, മറിച്ച് ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നുപോയ തെറ്റായ മുൻഗണനകളുള്ള ഒരു സർക്കാരിന്റെ പ്രതിഫലനമാണ്. ക്ഷേമ പെൻഷനുകൾ നൽകാനോ വികസന പദ്ധതികൾ നടപ്പാക്കാനോ കർഷകരെ സഹായിക്കാനോ പണമില്ലെന്ന് പറയുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് ആഡംബരങ്ങൾക്കായി കോടികൾ കണ്ടെത്താൻ കഴിയുന്നത് എന്നതാണ് കാതലായ ചോദ്യം. രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയും സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും ജനങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ ഒറ്റപ്പെടലും ഒരുമിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നിർണായകമായ ചോദ്യം ചോദിക്കുന്നത്. പ്രധാന മേഖലകളിൽ നിക്ഷേപിക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ എങ്ങനെ പണം കിട്ടുന്നു?